അസാധാരണമായ ചില സംഭവവികാസങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് സാക്ഷ്യം വഹിച്ചത്. നമുക്കതിന് മുൻപത്തെ ചില വാർത്തകളിലേക്കൊന്ന് പോകണം. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വ്ളാഡിമിർ സെലൻസ്കി വഴങ്ങി. അതായത് യുക്രൈനിലെ പ്രധാനപ്പെട്ട ധാതു സമ്പത്തുകളുടെ അവകാശം അത് അമേരിക്കയ്ക്ക് നൽകുന്നു എന്ന വാർത്ത വന്നിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നമുക്കറിയാം, റഷ്യയും യുക്രൈനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ട്രംപിന് ചില താല്പര്യങ്ങളുണ്ട്. പലപ്പോഴും പഴയ വൈര്യമൊക്കെ മറന്ന് നമുക്കറിയാം USSRും അമേരിക്കയും തമ്മിൽ ലോകശക്തികളായി തന്നെ വലിയ പോരാട്ടമൊക്കെ നടത്തിയ കാലഘട്ടമുണ്ടായിരുന്നു. ഈ ട്രംപ് അധികാരമേൽക്കും വരെ ഈ വൈര്യത്തിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. പക്ഷേ സമീപകാലത്തായി ട്രംപ് നടത്തിയ ചില നിർണായകമായ നീക്കങ്ങൾ അത് ലോകത്തിലെ രണ്ട് വൻ ശക്തികളുടെ നേതാക്കന്മാർ തമ്മിൽ അനുരഞ്ജനത്തിലെത്തുന്നോ എന്ന ഫീലൊക്കെ കൊണ്ടുവന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ട്രംപും ഒപ്പം വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാണുകയും രണ്ടുപേരും തമ്മിൽ സൗഹൃദപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഏതാണ്ട് യുക്രൈനെതിരാണ് അമേരിക്കൻ നിലപാട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരികയും ചെയ്തിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ താൻ സദാ പ്രതിജ്ഞാബദ്ധമാണെന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയനെയൊക്കെ അകറ്റി നിർത്തിയായിരുന്നു പലപ്പോഴും ട്രംപിൻ്റെ ചർച്ചകൾ എന്നതുകൂടി ചേർത്ത് വായിക്കണം. അതിൽ സെലൻസ്കി ആ സമയത്ത് വലിയ പ്രതിഷേധമൊക്കെ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് സെലൻസ്കി വഴങ്ങുന്നു ട്രംപിന് എന്നുള്ളതാണ്. അതായത് അമേരിക്കയും യുക്രൈനും തമ്മിൽ ധാതു കരാറിൽ ധാരണയായി എന്നും അമേരിക്ക മുന്നോട്ട് വെച്ച കരാർ ചില ഉപാധികളോടെ സെലൻസ്കി അംഗീകരിച്ചു എന്നുമൊക്കെയായിരുന്നു വിവരങ്ങൾ. യുക്രൈനെ സാമ്പത്തികമായും സൈനികമായും മറ്റും സഹായിച്ചതിൻ്റെ പ്രതിഫലമായി അമേരിക്കയ്ക്ക് ധാതു സമ്പത്തുകളുടെ വിനിമയം നൽകാം എന്ന തീരുമാനത്തിലേക്ക് സെലൻസ്കി എത്തി എന്നുള്ള വാർത്തകൾ യുക്രൈനെ തന്നെ ചൊടിപ്പിച്ച ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വലിയ എതിർപ്പ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി. ട്രംപിന് വഴങ്ങുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമൊക്കെ മുന്നോട്ട് വെച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വൈറ്റ് ഹൗസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടന്നത്. അത് ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ച കൂടി ആയിരുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പം വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില നിർണായകമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും എന്നൊക്കെയുള്ള കൂടിക്കാഴ്ചയിൽ അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ലോകം. അവിടെ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപിനൊപ്പം ഉണ്ടായിരുന്നത് JD വാൻസ് എന്ന ട്രംപിൻ്റെ വിശ്വസ്തനാണ്. നമുക്കറിയാം JD വാൻസിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു യുക്രൈൻ വിരുദ്ധനാണ്. പ്രത്യേകിച്ചും സെലൻസ്കിയുമായി ഒട്ടും രസമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ കൂടിയാണ് വാൻസ്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ സാധാരണ വിദേശകാര്യ സെക്രട്ടറി ഇത്തരം വിദേശ രാജ്യങ്ങളുടെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇല്ലാതെ JD വാൻസിനെ ട്രംപ് കൂടെ കൂട്ടിയതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങൾ ഒരുപക്ഷെ സെലൻസ്കി സംശയിച്ചിരിക്കണം. അവിടെയാണ് ഈ ബഹളങ്ങൾ ആരംഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നയതന്ത്രത്തിലൂടെയാണ് എന്ന് വാൻസ് പറഞ്ഞ ഒരു പരാമർശമാണ് ആദ്യം സെലൻസ്കിയെ ചൊടിപ്പിച്ചത്. എന്തുതരം നയതന്ത്രം എന്ന് സെലൻസ്കി തിരിച്ചു ചോദിക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് പലതവണ ധാരണകൾ ലംഘിച്ചത് സെലൻസ്കി ചൂണ്ടിക്കാട്ടുന്നു. ക്ഷുഭിതനായി തന്നെ അദ്ദേഹം ഇത് പറയുന്ന പശ്ചാത്തലം. ഇതിനെ തുടർന്ന് വാൻസ് വളരെ പെട്ടെന്ന് ക്ഷുഭിതനാവുകയാണ്. ക്ഷുഭിതനായ വാൻസ് തന്നോട് അനാദരവ് കാട്ടുകയാണോ സെലൻസ്കി എന്ന ചോദ്യം ചോദിക്കുന്നു. പിന്നാലെ വലിയ വാക്കുതർക്കം നടക്കുന്നു. ഈ വാക്കുതർക്കം ട്രംപ് ഏറ്റെടുക്കുകയാണ്. താൻ ശ്രമിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധനാണോ എന്ന് സെലൻസ്കിയുടെ മുഖത്ത് നോക്കി ട്രംപ് ചോദിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ സംഭവിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ്. ഇതിനുശേഷം ഒരു സംയുക്ത വാർത്താ സമ്മേളനമൊക്കെ ട്രംപും സെലൻസ്കിയും തമ്മിൽ ഫിക്സ് ചെയ്തിരുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം. ഇതിൽ വൈറ്റ് ഹൗസ് അതായത് മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്ന കാര്യത്തിൽ താല്പര്യമില്ലേ എന്ന് ട്രംപ് ചോദിക്കുന്നു. തുടർന്ന് ട്രംപിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും, അതുവരെ ചർച്ചയിൽ വിടുത്തിരിഞ്ഞു വന്ന എല്ലാ നിർദ്ദേശങ്ങളും വളരെ പെട്ടെന്ന് സെലൻസ്കി തള്ളുകയാണ്. വാൻസ് യുക്രൈൻ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് സെലൻസ്കി ചോദിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ അതിരൂക്ഷമായ വാക്കേറ്റം, സാധാരണ ഇത്തരത്തിൽ ലോക നേതാക്കൾ തമ്മിൽ ചർച്ചകൾ നടത്തുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറില്ല.
ഇപ്പോൾ നമ്മൾ കുടുംബത്തിലൊക്കെ വഴക്കുണ്ടാകും, യുദ്ധം നടക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുബഹളവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊന്നും അസാധാരണമായ, ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത വിധത്തിലുള്ള വാക്ക് തർക്കവും പുറത്തു പോകാൻ വളരെ പെട്ടെന്ന് ട്രംപ് പറയുകയാണ്, നിങ്ങൾ വൈറ്റ് ഹൗസ് വിട്ട് പുറത്തു പോകണം, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള അവകാശമില്ല എന്ന് പറയുമ്പോൾ ക്ഷുഭിതനായി സെലൻസ്കി പുറത്തേക്ക് പോകുന്ന കാഴ്ചയ്ക്ക് മാധ്യമപ്രവർത്തകർ സാക്ഷ്യം വഹിക്കുകയാണ്. അതുവഴി ലോകവും സാക്ഷ്യം വഹിക്കുകയാണ്. ക്യാമറ കണ്ണുകൾക്ക് മുന്നിലാണ് ഈ തർക്കം എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അങ്ങനെ ഏറെ പ്രതീക്ഷയോടുകൂടി ഉണ്ടായിരുന്ന ഒരു ചർച്ച അത് അലസിപ്പിരിയുകയാണ് അസാധാരണമായ സാഹചര്യങ്ങളിൽ എന്നുള്ളതാണ്. ഒട്ടും ആദരവ് കാട്ടാതെ തികച്ചും ഒരു ലോകരാജ്യ തലവനോട് അനാദരവ് കാട്ടി എന്ന് സെലൻസ്കി ആവർത്തിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി എന്നതുകൂടി ചേർത്ത് വായിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവസരവും ട്രംപ് വിനിയോഗിച്ചത് തൻ്റെ എതിരാളിയായ ബൈഡനെ ഇകഴ്ത്തിക്കാട്ടാനാണ്. അതായത് എന്തിന് ഇത്രയും കാലം കോടിക്കണക്കിന് ഡോളറുകൾ സഹായമായി യുക്രൈന് നൽകി, എന്തിന് ആയുധങ്ങൾ ഇത്രയധികം യുക്രൈന് നൽകി, അതായത് സമാധാനത്തിന് താല്പര്യമില്ലാത്ത ഒരു പ്രസിഡന്റ് ഭരിക്കുന്ന രാജ്യത്തിന് എന്തിന് ഇത്രയധികം ആയുധങ്ങളും പണവും നൽകി എന്നും അത് വിഡ്ഢിയായ പ്രസിഡന്റായിരുന്നു ജോ ബൈഡൻ എന്നും പറഞ്ഞ് ബൈഡനെയും അപമാനിക്കാൻ ട്രംപ് ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനുശേഷം സമാധാനം ആവശ്യമെന്ന് തോന്നിയാൽ സെലൻസ്കിക്ക് തിരിച്ചു വരാം എന്ന് ട്രംപ് എക്സിൽ കുറിക്കുന്നത് കൂടി നമ്മൾ കണ്ടു, സമൂഹമാധ്യമത്തിൽ കുറിക്കുന്നത് കൂടി നമ്മൾ കണ്ടു. അവിടെ സെലൻസ്കി പിന്നീട് ട്രംപിന് നന്ദി പറഞ്ഞു എന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വൈറ്റ് ഹൗസിന് പുറത്തിറങ്ങിയ സെലൻസ്കി മാധ്യമങ്ങളോട് സംസാരിക്കാതെ ക്ഷുഭിതനായാണ് വൈറ്റ് ഹൗസ് വിട്ടത്. ഏതായാലും ഈ വിഷയം റഷ്യൻ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത്രയും അധികം വലിയ തർക്കം ഉണ്ടായതിനെ തുടർന്ന് ഈ സമാധാന ചർച്ചകൾ ഏതാണ്ട് അവസാനിച്ചു എന്ന ഘട്ടത്തിലാണ് ഇതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ സെലൻസ്കിയും ട്രംപും ഏതാണ്ട് വീണ്ടും അനുരഞ്ജനത്തിൻ്റെ വഴികൾ തേടുന്നത് എന്നതുകൂടിയാണ്. അതായത് യുക്രൈന് സമാധാനം ആവശ്യമാണ് എന്ന് സെലൻസ്കി പറയുന്നുണ്ട്. അതിൻ്റെ കഠിനാധ്വാനത്തിലാണ് ഞങ്ങൾ എന്നും സെലൻസ്കി പറയുന്നു. ഇത്തരത്തിൽ ഏറെ വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു ചർച്ചയുടെ അന്ത്യമാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അന്ത്യമാണ് പിന്നീട് കണ്ടത്. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉള്ള ഇത്തരം പ്രതികരണങ്ങൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കുമോ എന്നതാണ് ചേർത്ത് വെക്കേണ്ടത്. അതായത് അസാധാരണമായ, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള സംഭവവികാസങ്ങൾക്ക് വൈറ്റ് ഹൗസ് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പരിണിത ഫലം.